കണ്ണൂർ കോഴിക്കോട് ജില്ലകൾക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരായി കോഴിക്കോട് DMO ആയി ഡോക്ടർ സരിതാകുമാരിയെയും കണ്ണൂർ DMO ആയി ഡോക്ടർ വിവേക് കുമാറിനെയും നിയമിച്ചു. ഇരുവരെയും അഡീഷണൽ ഡയറക്ടർമാരായി സ്ഥാനക്കയറ്റം നൽകിയാണ് നിയമിച്ചത്. പകർച്ചവ്യാധി വ്യാപന സമയത്ത് 4 ജില്ലകളിലെ DMOമാരുടെ അഭാവം സംബന്ധിച്ച് ന്യൂസ് മലയാളം വാർത്ത നൽകിയിരുന്നു. ന്യൂസ് മലയാളം ഇംപാക്ട് സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. സനിസ, പകർച്ചവ്യാധികൾ ഇത്തരത്തിൽ വ്യാപിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ തലപ്പത്ത് ആളുകളില്ലാത്ത DMOമാരുടെ അഭാവം വലിയ തരത്തിൽ അത് ദുരിതത്തിലേക്കൊക്കെ വഴിവെച്ചത്. ആ വാർത്തയിൽ ഇപ്പോൾ ഇടപെടലുണ്ടായിരിക്കുന്നു. എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് നിയമനം? 4 ജില്ലകളിൽ അതിൽ നിപ്പ അടക്കം സ്ഥിരീകരിച്ച കോഴിക്കോട് ജില്ലയിൽ അടക്കം DMOമാരില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ DMOമാരുടെ അഭാവം മൂലം വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ന്യൂസ് മലയാളം വാർത്ത പുറത്തുവിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉടനടി തന്നെ ഇതിലൊരു പരിഹാരം ഉണ്ടായിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ഒഴിവുകളുള്ളവിടത്ത് DMOമാരെയും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും നിയമനം നടന്നിരിക്കുകയാണ്. DHS അടങ്ങുന്നവരുടെ സമിതിയാണ് ഈ വിശദമായിട്ട് ഒഴിവുകൾ പരിശോധിച്ച് യോഗ്യതകൾ പരിശോധിച്ച് നിയമനം നടത്തിയിട്ടുള്ളത്. ഡോക്ടർ വിവേക് കുമാർ ആണ് നിലവിൽ ഡെപ്യൂട്ടി ഡയറക്ടർ മെഡിക്കൽ ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തെയാണ് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറായി DMO ആയി നിയമിച്ചിരിക്കുന്നത്. ഡോക്ടർ സരിതകുമാരി LT ആണ് തിരുവനന്തപുരം പേരൂർക്കട ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടായിരുന്നു. ഇവർ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി നിയമിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ കോഴിക്കോട് ഒരു അഡീഷണൽ DMO ആയിട്ട് ഡോക്ടർ സുജാത, കോഴിക്കോട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിലെ സൂപ്രണ്ടാണ്. അവരെ അഡീഷണൽ DMO ആയി നിയമിച്ചും ഉത്തരവിറങ്ങി. കൂടാതെ ഡോക്ടർ ബിന്ദു തോമസ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും പാലക്കാട് DMO ആയി പുതിയൊരു നിയമനം ഉണ്ടായിരിക്കുകയാണ്. പാലക്കാടിന് പുതിയൊരു DMOയെ ലഭിച്ചിരിക്കുകയാണ്. ഡോക്ടർ രേഖ KT വയനാട് DMO ആയിരുന്നു. അവരെ കാസർഗോഡ് DMO ആയി ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. ഡോക്ടർ മൊയ്തീൻ ഷാ PM കൽപ്പറ്റ ജനറൽ ആശുപത്രി സൂപ്രണ്ടിൽ നിന്നും വയനാട് DMO ആയി അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുകയാണ്. കൂടാതെ ഡോക്ടർ വിനോദ് V തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായിരുന്നു. ഇപ്പോൾ മലപ്പുറം DMO ആയി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുകയാണ്. കൂടാതെ ഡോക്ടർ വിവേക് കുമാർ അതുപോലെ തന്നെ ഡോക്ടർ സരിതകുമാരി ഇവർക്കൊക്കെ സ്ഥാനക്കയറ്റം നൽകിയിട്ടുള്ള നിയമനമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ഈ പകർച്ചവ്യാധിയുടെ സമയത്ത് തലപ്പത്ത് ആളുകളില്ലാത്തത് വലിയ പ്രതിസന്ധിയായിരുന്നു. അതിനൊരു പരിഹാരമായിരിക്കുകയാണ് ഇപ്പോൾ. ശരി സനിസ, എന്തായാലും ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ ഈ DMOമാരെയൊക്കെ നിയമിച്ചിരിക്കുന്നത്. ആ വിവരങ്ങളാണ് സനിസ നൽകിയത്.